അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ചില സ്ഥലങ്ങളിൽ സൈലൻ്റ് ആവൽ നമ്മുടെ ആരോഗ്യത്തിനും നമ്മളെ മറ്റുള്ളവർ സ്നേഹിക്കാനും കാരണമായി തീരും. 3 സ്ഥലങ്ങളിൽ നിങ്ങൾ സൈലൻ്റ് ആയേ പറ്റൂ. ബുദ്ധിയുള്ള ആളുകൾക്ക്, ചിന്തകന്മാർക്ക്, നല്ല സ്വഭാവമുള്ളവർ ഈ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. 3 സ്ഥലങ്ങളിൽ നിർബന്ധമായും നമ്മൾ സൈലൻ്റ് ആവലാണ് ഏറ്റവും ഉത്തമമായ കാര്യം. കാരണം അതില്ല എങ്കിൽ നമുക്കൊരുപാട് പേരുദോഷം, ജീവിതകാലം മുഴുക്കെ സങ്കടപ്പെടാനും ഒരുപാട് പേര് വെറുക്കാനും കാരണമായി തീരും. നമുക്ക് നാവുണ്ട്, നമുക്കെന്തും പറയാം എന്നത് മാറ്റിവെച്ച് ആ നാവിനെ ഒന്ന് ഒതുക്കി സൈലൻ്റായി ജീവിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ തീർച്ചയായും നമുക്ക് നല്ല വിജയം ഉണ്ടാവും. അതിലൊന്നാമത്തെ കാരണം, ദേഷ്യപ്പെടുമ്പോൾ പെട്ടെന്ന് വായിൽ തോന്നിയതൊക്കെ വിളിച്ച് പറയുന്നത് ഒഴിവാക്കി സൈലൻ്റ് ആവുക. ഒസ്സും തുഹൈർ, മിണ്ടാണ്ടിരിക്കൽ ഹൈറാകുന്ന ചില സമയമുണ്ട്. അത് നന്നായി ഉപയോഗപ്പെടുത്തണം. ദേഷ്യം വരുമ്പോൾ നമ്മുടെ നാവിൽ നിന്ന് അറിയാതെ പലതും പറഞ്ഞു പോകും. പിന്നീട് അത് മറ്റുള്ളവർക്ക് വലിയ വേദനയുണ്ടാക്കി തീർക്കും. എത്ര ക്ഷമിച്ചാലും മറക്കാൻ കഴിയാത്ത വേദനയായി മാറും. എന്നാലും ഇടയ്ക്ക് നമ്മുടെ മൈൻഡിൽ, അൺകോൺഷ്യസ് മൈൻഡിൽ, സബ് കോൺഷ്യസ് മൈൻഡിലും അതിങ്ങനെ ഓർമ്മ വരും. എന്നാലും അവനതെന്നോട് പറഞ്ഞല്ലോ. ഭാര്യയോടായാലും കുടുംബത്തോടായാലും മാതാപിതാക്കളോടായാലും ഫ്രണ്ട്സുകളോടായാലും ദേഷ്യം പെടുമ്പോഴേക്ക് എന്തെങ്കിലും പറയുക. തൊള്ളേ വന്നതൊക്കെ അങ്ങ് വിളിച്ചു പറയും. ചിലപ്പോൾ അവർ ശുദ്ധരായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ അവർക്ക് സങ്കടമൊക്കെ വരും, വേണ്ടായിരുന്നു തോന്നും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞു പോയല്ലേ, അതവരെ മനസ്സിൽ കൊണ്ടില്ലേ, തറച്ച് കയറി. അതവരെ മനസ്സിൽ തറച്ച് കയറി കത്തി കൊണ്ട് കൊത്തുന്നതിനേക്കാൾ വലിയ മാരകമായി അവരെ ഹൃദയത്തിൽ തറച്ച് കയറിയിട്ടുണ്ട്. അതെടുത്ത് മാറ്റാൻ കുറച്ച് പണിയുണ്ട്. പെട്ടെന്ന് പൊരുത്തപ്പെടൽ കൊണ്ടൊന്നും അത് എടുത്തു മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് ദേഷ്യം വരുമ്പോൾ കഴിവിൻ്റെ പരമാവധി മിണ്ടാണ്ടിരിക്കാൻ ശ്രമിക്കുക. ദേഷ്യം മാറിയ ശേഷം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക. പറയുന്നതെല്ലാം അങ്ങ് പറഞ്ഞു തീർത്തിട്ട് അവസാനം അതിൻ്റെ പേരിൽ ഇന്നും കുടുംബത്തിൽ പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന 1-2 പേരെ എനിക്കറിയാം. കുടുംബം തകർന്ന ഒരു 2 പേരെ എനിക്കറിയാം. കാരണം പറഞ്ഞു പോയി. ആ പറഞ്ഞ ആളെന്നെ പറഞ്ഞു പോയി, എൻ്റെ നാവ് കൊണ്ട് വിട്ടുപോയി. ഇനി അത് തിരിച്ചെടുക്കാൻ കഴിയില്ലല്ലോ. സങ്കടമുണ്ട്, പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് അൽ ഗളബ് മിനശ് ശൈത്വാൻ, ഗളബ് ദേഷ്യം ശൈത്താൻ്റെ ഭാഗത്ത് നിന്നാണ്. ബ്ലാക്ക് തണ്ടർ, റെഡ് തണ്ടർ. റെഡ് ഹാബിറ്റുണ്ട്, ബ്ലാക്ക് ഹാബിറ്റുണ്ട്. പറയുന്നതങ്ങ് വല്ലാതങ്ങ് പറഞ്ഞു പോവുക. ചില ആളുകൾക്കത് പെട്ടെന്നത് വേണ്ടായിരുന്നു തോന്നിപ്പോവും. അത് നമ്മൾ നിർത്തണം. ആ സമയത്ത് നമ്മൾ സൈലൻ്റ് ആവലാണ് നമുക്ക് ഏറ്റവും ഉത്തമം. സൈലൻ്റ് ആയപ്പോൾ അയാൾ സൈലൻ്റായി ഒന്നും മിണ്ടിയില്ല എന്നേ പറയുള്ളൂ. പക്ഷെ പറഞ്ഞു പോയാൽ അപകടം സംഭവിക്കും. അതൊന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മോട് കാര്യങ്ങൾ സംസാരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മോടൊരാൾക്കൊരു കാര്യം പറയാൻ വന്നാൽ നമ്മൾ അതിന് പരിഹാരം ഉണ്ടാക്കുമെന്നും നമ്മുടെ വാക്ക് കേൾക്കുമെന്നും വിചാരിച്ചാണ് അവർ വരുന്നത്. അവർക്ക് വേണ്ടി ചെവി കൊടുക്കുക. സൈലൻ്റായി ഇരുന്നു കൊണ്ട് ഒന്നും പറയാതെ അദ്ദേഹം പറയുന്നതൊക്കെ കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക. സൈലൻ്റായിട്ട് എല്ലാം പറഞ്ഞു തീർന്നതിന് ശേഷം സാവകാശം ചിന്തിച്ച് മറുപടി പറഞ്ഞു കൊടുക്കുക. സൈലൻ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് അവിടെ. ബെസ്റ്റ് ചോയ്സ് അവിടെ. കാരണം ഒരാളെ ചെവി കേട്ടാൽ, അയാൾ പറയുന്നത് കേട്ടാൽ നമുക്ക് സംസാരിക്കാൻ വകുപ്പുള്ളൂ. കേൾക്കാതെ നമുക്കതിൽ സംസാരിക്കാൻ യാതൊരു വകുപ്പുമില്ല. അതുകൊണ്ട് ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും അദ്ദേഹം പറയുന്നത് കേൾക്കണം. എന്താണ് ആ പറഞ്ഞത് എന്ന് കേൾക്കാൻ കഴിയണം. മൂന്നാമതായിട്ട്,
നമ്മെ മനസ്സിലാക്കാത്ത, നമ്മെ ഉൾക്കൊള്ളാൻ കഴിയാത്ത, നമ്മളെ തിരിയാത്ത, നമ്മളെ മാനസിക വിഷമങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളോട് നമ്മൾ കൂടുതൽ സംസാരിക്കാൻ നിൽക്കരുത്. അവരോട് നമ്മൾ സൈലൻ്റ് ആവലാണ് ഏറ്റവും നല്ലത്. നമ്മെ മനസ്സിലാക്കുന്നവർ, നമ്മോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കാൻ തയ്യാറില്ലാത്ത ആളുകളോട്, നമ്മെ ഉൾക്കൊള്ളാൻ കഴിയാത്തവരോട് നമ്മൾ അധികം സംസാരിച്ച് ബോറടിപ്പിക്കരുത്. അവിടെയും നമ്മൾ സൈലൻ്റ് ആവലാണ് ഏറ്റവും ഉത്തമം. പറയുന്നതൊക്കെ റാൻ മോളി കേട്ട് മിണ്ടാതങ്ങ് പോവുക. കാരണം നമ്മെ പറയുന്നത് അവർ ഉൾക്കൊള്ളൂല, നമ്മൾ പറയുന്നത് അവരനുസരിക്കില്ല, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് നമ്മൾ മിണ്ടാണ്ടിരിക്കലാണ് ഹൈർ. ഇത് നല്ല ബുദ്ധിമാന്മാരുടെ ലക്ഷണമാണ്. ഈ 3 പോയിൻ്റ്: ബെസ്റ്റ് യുവർ ലൈഫ്, ബെസ്റ്റ് ചോയ്സ് യുവർ ലൈഫ്. അത് നമ്മളിപ്പോഴും ഈ 3 സ്ഥലത്ത് നമ്മൾ സൈലൻ്റ് ആയേ പറ്റൂ. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ മനസ്സിനെ കരുത്താർജിപ്പിക്കണം. എടുത്തുചാട്ടം, പെട്ടെന്നുള്ള സംസാരം, അതെല്ലാം നമ്മൾ ഒഴിവാക്കണം. അതിനുവേണ്ടി ശ്രമിക്കുമല്ലോ എല്ലാവരും. നമുക്കൊന്നിച്ച് ശ്രമിക്കാം. അസ്സലാമു അലൈക്കും.